ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമ്മീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു എരിവുള്ളി ചട്നിയാണ് കേട്ടോ. എണ്ണയിലിട്ട് വഴറ്റി ഇങ്ങനെ സമയമൊന്നും കളയേണ്ട ആവശ്യമില്ല. ഷഡ്ഡപുടയും തയ്യാറാക്കിയെടുക്കാം. എന്തിൻ്റെ കൂടെയും സൂപ്പർ കോമ്പിനേഷനാണ് ഈ ഒരു എരിവുള്ളി ചട്നി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ ഈ എരിവുള്ളി ചട്നി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയൊരു ജാറൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് ചെറിയുള്ളിയാണ്. ഒരു 10ഓളം ചെറിയുള്ളി ചേർക്കാം. നമുക്ക് ചട്നി എത്രത്തോളം കൂടുതൽ വേണമോ അതിനനുസരിച്ചിട്ട് ഉള്ളിയുടെയും ബാക്കിയുള്ള ചേരുവകളുടെയൊക്കെ അളവുകൾ കൂട്ടാവുന്നതാണ്. കൂടെ പിന്നെ ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി അല്ലിയാണ്. ഒരു 6-7 വെളുത്തുള്ളി അല്ലി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് പുളിയാണ്. ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിനുള്ള പുളി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ പുളി ഇങ്ങനെ ചേർക്കാൻ വേണ്ടി പാടില്ല. വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്ത് അതിൻ്റെ ആ പുളിയുടെ ആ ഒരു കുരുവെല്ലാം മാറ്റിയിട്ട് വേണം അങ്ങനെ ചേർക്കാനായിട്ട്. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ നിറയെ തന്നെ ഞാനിപ്പോൾ മുളക് പൊടി എടുത്തിട്ടുണ്ട്. കശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്. നല്ലതുപോലെ എരിവ് കുറവുള്ള മുളക് പൊടിയാണ്. ഇച്ചിരി നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ടീസ്പൂൺ അളവിൽ ചേർത്താൽ മതിയാവും, കൂടുതൽ ചേർക്കരുത്. ഇനി വേണ്ടത് നമ്മുടെ ഈ ചട്നിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ്. നമ്മളിതിലേക്ക് എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കുന്നില്ല. അതിൻ്റെ പേരിൽ വളരെ കുറച്ച് മാത്രം ഉപ്പ് മതിയാവും. ഇത്രയും ആയി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയോണ്ടൊരു പീസ് അളവിൽ മാത്രം ശർക്കരയും കൂടിയാണ്. നമ്മൾ ഈ ശർക്കര ചേർക്കുന്ന സമയത്ത് ആ എരിവും പുളിവും ഒക്കെ നന്നായിട്ട് തന്നെ ഒന്ന് ബാലൻസ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി എരിവും പുളിയൊക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ, നല്ലതുപോലെ സ്പൈസി ആയിട്ട് വേണം എന്നുള്ളവർക്ക് നമ്മുടെ ഈ ശർക്കര ചേർക്കുന്നത് സ്കിപ്പ് ചെയ്യാം. അതല്ല, ഇതെല്ലാം കൂടി ഒന്ന് ബാലൻസ് ആയി കിട്ടണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു പീസ് അളവിൽ മാത്രം ശർക്കര ചേർക്കാം. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ലതുപോലെ സ്മൂത്തായിട്ട് അരച്ചെടുക്കരുത്, ചെറുതായിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്ത് വേണം ഇതൊന്ന് അരച്ച് കിട്ടാനായിട്ട്. ഇതുപോലെ ചെറുതായിട്ട് മാത്രം ഞാനിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ തന്നെ സെർവ് ചെയ്യുന്നൊരു ബോളിലേക്ക് മാറ്റാവുന്നതാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ചട്നി റെഡി ആയിട്ടില്ല. ഇനി ഇതിലേക്ക് മെയിനായിട്ടുള്ള ഒരു ചേരുവ കൂടിയുണ്ട്. നന്നായിട്ട് ചൂടാക്കിയ 2 ടേബിൾ സ്പൂൺ എണ്ണയും കൂടിയാണ്. വെളിച്ചെണ്ണ ചേർക്കണം താല്പര്യമുള്ളവർക്ക് വെളിച്ചെണ്ണ ചേർക്കാം, നല്ലെണ്ണ ചേർക്കാൻ താല്പര്യമുള്ളവർക്ക് നല്ലെണ്ണ ചേർക്കാം. ഇതുപോലെ ആവശ്യത്തിനുള്ള നല്ല ചൂട് എണ്ണയും ചേർത്തിട്ട് നല്ല രീതിക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ എരിവുള്ളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദോശയുടെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ നമുക്ക് ഇഷ്ടമുള്ള എന്തിൻ്റെ കൂടെയും, കപ്പയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചട്ടപ്പുടയൊന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റില്ലേ. ഉള്ളിയും വെളുത്തുള്ളി അല്ലിയൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റ് കൂടി വേണ്ട നമ്മുടെ ഈ ചട്നി റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഇതുപോലൊരു എരിവുള്ളി ചട്നി നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. ഇത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.